അഡ്വക്കേറ്റ് അനിൽ ബോസ്, കേരളത്തിന് PM ശ്രീയിൽ നിന്ന് പണം കിട്ടിയോ? വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഈ കാര്യം പറയാൻ കഴിയും. PMC പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പിടുകയുണ്ടായി. ഒപ്പിട്ടത് അവർക്ക് സർവശിക്ഷാ അഭിയാൻ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. SSA ഫണ്ട് കിട്ടണമെങ്കിൽ PMCയിൽ ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ചെയ്തത് അവർ ആ നിലപാടിന് കൂട്ടുനിൽക്കാതെ കോടതിയിൽ പോവുകയാണ് ചെയ്തത്. ശക്തമായ വിയോജിപ്പ് പരസ്യമായി എടുക്കുകയാണ് ചെയ്തത്. എന്നാൽ കേരള ഗവൺമെൻറ് അതല്ല ചെയ്തത്. ഇരു ചെവി അറിയാതെ മന്ത്രിസഭയിൽ ഉള്ള ആളുകൾ അറിയാതെ മന്ത്രിസഭ തീരുമാനമെടുത്ത് പോയി ഒപ്പിടുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോ UDF നേതാക്കളോ പ്രതിപക്ഷത്തിരുന്ന കാലയളവിൽ പറഞ്ഞതിൽ നിന്നും ഒരു വരി ഇപ്പോഴും മാറ്റി പറഞ്ഞിട്ടില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ അന്നത്തെ നിലപാടുകളുടെ വീഡിയോ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാവുന്നതാണ്. അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികൾ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ്. കേരളത്തിലെ ഗവൺമെൻറ് ആ പണം കൈപ്പറ്റുന്നതിനോ വികസന പദ്ധതികളുടെ ഭാഗമാകുന്നതിനോ ഞങ്ങളെതിരല്ല. പക്ഷേ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറവിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന വർഗീയ അജണ്ടയുണ്ട്. പാഠപുസ്തക ഭാഗങ്ങൾ, പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങളതിനെ ചെറുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഇപ്പോഴും UDF ഉറച്ചു നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മുൻ സർക്കാർ ഒപ്പിട്ട ഒരു പദ്ധതി, അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അത് പഠിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ആ മന്ത്രിസഭാ ഉപസമിതി വിശദമായ പഠനം എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളുമായിട്ടടക്കം ചർച്ച നടത്തി അതിൻ്റെ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് യോജിക്കാൻ കഴിയുക, വിയോജിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തി നിലപാട് സ്വീകരിക്കും. ഇതിലൊന്നും ഞങ്ങൾക്കൊരു ക്ലാരിറ്റിയുമില്ല. PMC പദ്ധതിയിൽ ഒപ്പിട്ടത് മുൻ സർക്കാരാണ്. ഒരു സർക്കാരിൻ്റെ തുടർച്ചയാണ് വരുന്ന സർക്കാർ. എന്താ കേട്ടില്ല? അല്ല, അങ്ങാണ് പറഞ്ഞത് ഇതിലൊന്നും ഞങ്ങൾക്കൊരു ക്ലാരിറ്റിയും ഇല്ല എന്ന്. ഞാൻ അങ്ങയോട് ചോദിച്ചത് PM ശ്രീയിൽ നിന്ന് സംസ്ഥാനത്തിന്, കേരളത്തിന് പണം കിട്ടിയോ എന്നാണ്. ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് വളരെ കൃത്യമായ മറുപടി ഉണ്ടല്ലോ. പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലാകാത്തതാണോ മനസ്സിലാകാത്ത രീതിയിൽ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. കിട്ടിയെന്നും എത്ര തുക വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയിട്ടുള്ള തുക എന്ന് പറയുന്ന SSAയുടെ ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ SSA ഫണ്ട് കിട്ടണമെങ്കിൽ PMCയിൽ ഒപ്പിടണം എന്നുള്ള നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ ഗവൺമെൻറ് ഒപ്പിട്ടതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒപ്പിടാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇന്ത്യയിലുണ്ടെന്നും നിയമ പോരാട്ടം നടത്തിയെന്നും പറഞ്ഞല്ലോ. താങ്കൾക്ക് മനസ്സിലായില്ലേ? കേട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് മതി. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി പോവുകയല്ല ചെയ്തു. ഈ സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത് NEP-യുടെ അടിസ്ഥാനത്തിലോ PMC നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടോ വന്ന ഒരു പദ്ധതിയല്ല. സമഗ്ര ശിക്ഷയുടെ പണം PM ഒപ്പുവെച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടക്കമുള്ള ഒരു വെല്ലുവിളിയുമായിരുന്നു. PM പദ്ധതി 2077 അവസാനിക്കും. അതിനുശേഷം അവർക്ക് സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ട പണം പിടിച്ചു വെക്കാൻ കഴിയുകയുമില്ല. ഇപ്പോൾ കിട്ടിയത് കുട്ടികൾക്ക് യൂണിഫോമും ടെക്സ്റ്റ് ബുക്കും അടക്കം കൊടുക്കാനുള്ള പണമാണ്. അത് PM പദ്ധതിയുടെ ഭാഗമായി കിട്ടിയതല്ല എന്നുള്ളതാണ്. ഇനി സമഗ്ര ശിക്ഷയുടെ പണമാണ് കിട്ടിയത് എങ്കിൽ സമഗ്ര ശിക്ഷയുടെ പണം കിട്ടി എന്നാണ് പറയേണ്ടത്. വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയാണോ പറഞ്ഞത്? അതല്ലോ. എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? PMC എന്ന് പറയുന്ന പദ്ധതിയാണ് കോൺഗ്രസ് എതിർക്കുന്നത്, UDF എതിർക്കുന്നത്, പ്രതിപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ എതിർക്കുന്നത്. ആ PMCയെ എതിർക്കുമ്പോൾ ആ PMCയെ ഒപ്പുവെച്ച ആളുകൾ ഇപ്പോൾ മാറ്റി പറയുന്നതിന്റെ നിലപാടിനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഞങ്ങളാരും ഒപ്പുവെച്ചതല്ലോ. മുഖ്യമന്ത്രിയല്ലേ ഒപ്പുവെച്ചത്, മുൻ സർക്കാരിലെ ഒപ്പുവെച്ചത്. തീരുമാനിക്കില്ല അല്ലേ? PMC നടപ്പിലാക്കാൻ മുൻ ഗവൺമെന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞല്ലോ. ഈ ഗവൺമെന്റ് ഒപ്പുവെച്ചില്ലല്ലോ. മുൻ ഗവൺമെന്റ് ഒപ്പുവെച്ച പദ്ധതികളിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അഡ്വക്കേറ്റ് അനിൽ ബോസ്? ആ MOU മുൻ ഗവൺമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒപ്പുവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം മുന്നോട്ട് എങ്ങനെ പോകണം
എന്ന് പരിശോധിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ച് അതിൻ്റെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, ആ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് 27-ാം ദിവസമാണ് ഈ ഗവൺമെന്റ് വന്നിട്ട്. ഈ ഗവൺമെന്റ് വന്നിട്ട് 27-ാം ദിവസമാണ്. മനസ്സിലായില്ലേ? 27 ദിവസത്തിനകം മുൻ സർക്കാരുകൾ എടുത്ത എല്ലാ തീരുമാനങ്ങളും റദ്ദ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തിട്ടൂരം നൽകാൻ കഴിയില്ല, അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. എല്ലാ പരിശോധനകളും നടത്തി മാത്രമേ മുൻ ഗവൺമെന്റുകൾ മുൻ ചെയ്തിട്ടുള്ള സർക്കാർ ഒപ്പുവെച്ച MOUവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് പ്രാബല്യത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടോ? PMC പദ്ധതിയിൽ മുൻ ഗവൺമെന്റ് ഒപ്പുവെച്ചത് പ്രാബല്യത്തിലുണ്ട്. ആ പ്രാബല്യത്തിലുണ്ട്. നിൽക്കുന്ന സാഹചര്യത്തിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആ MOU പ്രകാരം PMC നടപ്പിലാക്കിയിട്ടുണ്ടോ? പറഞ്ഞത് കേട്ടില്ല. എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? ചോദ്യം ചോദിച്ചിട്ട് കാര്യമുണ്ടോ? PMC പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട MOU സൈൻ ചെയ്തിരിക്കുന്നു. ആ ചെയ്തിരിക്കുന്നതിന്റെ തുടർച്ചയിൽ വരുന്ന ഗവൺമെന്റ് അത് കണ്ടിന്യൂ ചെയ്യുന്നു. അതും പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ആ MOUയിൽ പിന്നീട് കഴിഞ്ഞ സർക്കാർ എന്താണ് ചെയ്തത്? അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല, അങ്ങ് പറഞ്ഞില്ല. നിങ്ങൾ പറയൂ, നിങ്ങൾക്കല്ലേ ആവശ്യം. പറയൂ, നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, അങ്ങ് പറയൂ. അല്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ശരിയാണ്. MOUയിൽ കഴിഞ്ഞ സർക്കാർ പിന്നീട് എന്തു ചെയ്തു? അത് നടപ്പിലാക്കിയോ? പിന്നീട് എന്തു ചെയ്തു? അല്ല, ആ ഗവൺമെന്റ് മാറിയില്ലേ? ഗവൺമെന്റ് മാറുന്നതിന് മുൻപ് എന്ത് ചെയ്തു? പോയില്ലേ? ഗവൺമെന്റ് മാറുന്നതിന് മുൻപ് എന്ത് ചെയ്തു? അങ്ങേക്ക് ഈ ലോകത്തുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പ് PMC പദ്ധതിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഒരു മന്ത്രിസഭ അറിയാതെ ഇടതുപക്ഷ മുന്നണി ഒന്നാകെ എതിർക്കുന്നു എന്ന് പരസ്യമായി നിലപാടെടുത്ത PMC പദ്ധതി, ആ പദ്ധതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവൻകുട്ടിയും ക്യാബിനറ്റ് അറിയാതെ ഒപ്പിട്ട് അത് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതിന്റെ പേരിൽ അവർ പണം കൈപ്പറ്റി. ആ പണം കൈപ്പറ്റിയതിനു ശേഷം ഞങ്ങളുടെ വിമർശനം, അന്നുള്ള വിമർശനം, പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒളിച്ചു കടത്തൽ, വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടകൾ, അവരുടെ താല്പര്യത്തിന് പാഠ്യഭാഗങ്ങൾ ഉപേക്ഷിക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെയാണ് ഞങ്ങൾ അന്ന് എതിർത്തത്. ആ എതിർത്ത കാര്യങ്ങൾ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഒരു ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ സർക്കാർ എന്തു ചെയ്തു? കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് MOUയിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? അങ്ങേക്ക് അറിയാമോ? പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകല്ലേ ചെയ്തത്? അല്ല, ഒരു വേണ്ടല്ലോ. തുടങ്ങിയ ചർച്ച 2 വർഷം. എന്താ പറഞ്ഞേ? കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് PM-ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്രവും ഒപ്പുവെച്ച MOUയിൽ പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ഒന്നും സംഭവിച്ചില്ല. പിന്നീട് എന്ത് സംഭവിക്കാനാ? ഒരു ഗവൺമെന്റ് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയിൽ പുതിയ ഗവൺമെന്റ് വന്ന സ്ഥിതിക്ക് ആ പുതിയ ഗവൺമെന്റാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. അതായത് ഇപ്പോൾ സംസ്ഥാനത്ത് PMC നടപ്പിലാക്കിയിട്ടുണ്ടല്ലേ? വളരെ വ്യക്തമായി പഠിക്കാൻ ഒരു ഇപ്പോൾ സംസ്ഥാനത്ത് PMC നടപ്പിലാക്കിയിട്ടുണ്ട്. സംശയം എന്താണ്? PMC പദ്ധതിയിൽ ഒരു ഗവൺമെന്റ് ഒപ്പിട്ടിരിക്കുന്നു. ഒരു പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു. വിവാദമുണ്ടായപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു നിശബ്ദത പാലിച്ചു എന്നതിനപ്പുറം പിന്നോട്ട് പോക്ക് എന്ന് പറയുന്ന ആ ധാരണാപത്രം റദ്ദ് ചെയ്തിട്ടുണ്ടോ മുൻ ഗവൺമെന്റ്? വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ ധാരണാപത്രം മുൻ ഗവൺമെന്റ് റദ്ദ് ചെയ്തിട്ടുണ്ടോ? വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ ധാരണാപത്രം വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ആ ധാരണാപത്രം ഒപ്പിട്ടില്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഗവൺമെന്റ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതിന് ബാധ്യസ്ഥരാണ്. അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ആ പുതിയ ഗവൺമെന്റ് വന്നു. ആ പുതിയ ഗവൺമെന്റ് എങ്ങനെ ചെയ്യണം, എന്തു ചെയ്യണം എന്ന് അതിനെ സംബന്ധിച്ച് പഠിക്കുകയാണെന്നേ. മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ച ധാരണാപത്രം ഇപ്പോൾ എന്താണ് അതിന്റെ അവസ്ഥ? എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? അതിന്റെ സ്റ്റാറ്റസാ പറഞ്ഞത്. നിലവിലുള്ള ഗവൺമെന്റ് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് ആ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയിട്ടില്ല. ആ ഉത്തരവ് MOU റദ്ദ് ചെയ്തിട്ടില്ല. പിന്നെന്താ ചെയ്തത്? റദ്ദാക്കുന്നതിന് പകരം എന്താ ചെയ്തത്? അല്ല,
പറഞ്ഞോ, റദ്ദ് ചെയ്തിട്ടുണ്ടോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പുവെച്ച MOU ആ ഗവൺമെന്റ് റദ്ദ് ചെയ്തിട്ടുണ്ടോ? ആ MOU കഴിഞ്ഞ സർക്കാർ എന്താണ് ചെയ്തത്? ഞാൻ സാധാരണഗതിയിൽ ഒരു ചർച്ചയുടെ സമയം ഇങ്ങനെ കളയാറില്ല കേട്ടോ. ഞാനിതിങ്ങനെ പോട്ടെ. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളൂ. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളൂ. ആ MOU ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അങ്ങേക്കറിയാമോ? 12/11/2025 ആ കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് കൺസേൺസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഉപസമിതി രൂപീകരിക്കും. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഇവിടെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ MOU ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ ആ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള സംസ്ഥാനത്ത് ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് പറയാൻ സമയം തന്നല്ലോ അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒരുപാട് തവണ ചോദിച്ചല്ലോ, ഒരുപാട് സമയങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ കേക്ക്. അപ്പൊ 12/11/2025 അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വാസുകി കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. നിലവിൽ അത് അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അത് ഈ PM ശ്രീ സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല. ഇനി നടപ്പിലാക്കണമെങ്കിൽ ആ ഉപസമിതി റിപ്പോർട്ട് വരണം. അതിനുവേണ്ടി പുതിയ സർക്കാർ വന്നപ്പോൾ ആ ഉപസമിതി ഇല്ലാത്തതിനാൽ പുതിയ ഉപസമിതി വരികയാണ്. ഇനി അതിന്റെ മേൽ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പുതിയ സർക്കാർ വന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനോട് എന്താണ് ഇതിൽ നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ച് കേന്ദ്രം ഒരു കത്തയക്കുകയും അതിന്റെ പേരിൽ ഇവിടെ ഉപസമിതി രൂപീകരിക്കുകയും ചെയ്തു. അതായത് ഇനി ആ ഉപസമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കണം. ഞങ്ങൾക്ക് PM ശ്രീ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് PM ശ്രീ വേണ്ട. ഈ തീരുമാനം എടുക്കാനും ഫ്രീസ് ചെയ്യാനുമുള്ള അധികാരം കഴിഞ്ഞ സർക്കാരിന് എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ ഈ സർക്കാരിനുമുണ്ട്. ഞങ്ങൾക്കിവിടെ ഉണ്ടായ കൺസേൺസുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് അത് വീണ്ടും ഞങ്ങൾ അതായത് ആ വാക്കിങ്ങിനാണ് കെപ്റ്റ് ഇൻ അബേൻസ് എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2027 വരെ PM ശ്രീ പദ്ധതി അവസാനിക്കുന്നത് വരെയും അത് അങ്ങനെ തന്നെ പോകാൻ കഴിയും. അറബിക്കടലിൽ കിടക്കുന്നത് അറബിക്കടലിൽ തന്നെ കിടന്നുകൊള്ളും. അത് എടുത്തുകൊണ്ട് വരണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ വരാം അങ്ങനെയൊക്കെ. വ്യത്യാസം താങ്കളുടെ ഭാഷയും എന്റെ ഭാഷയും രണ്ടും രണ്ടായിരിക്കാം. പറഞ്ഞത് ഒരേ കാര്യമാണ്. അല്ല, മെമ്മോറാണ്ടം നിലവിലുണ്ട് എന്നും PM ശ്രീ പദ്ധതി നടപ്പിലാക്കി എന്നുമാണ് അങ്ങ് പറഞ്ഞത്. മെമ്മോറാണ്ടം നിലവിലില്ല എന്നും അത് ഫ്രീസ് ചെയ്തുവെന്നും PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്നുമാണ് ഞാൻ പറഞ്ഞത്. രണ്ടും ഭാഷയുടെ വ്യത്യാസമല്ല, രണ്ടും കൃത്യമായ വ്യത്യാസമാണ്. അങ്ങേക്ക് അറിയില്ല എന്നങ്ങ് പറഞ്ഞ കാര്യമാണ്. മറ്റുള്ളവരെ പരിഹസിക്കാൻ പഠിച്ചാൽ പോരാ, ഒരു കാര്യത്തിൽ വിഷയം കൂടി പഠിക്കണം. നിങ്ങൾ പറയുന്ന ഭാഷയും ഞാൻ പറയുന്ന ഭാഷയുടെ വ്യത്യാസമല്ല, വളരെ വ്യക്തമാണ്. ഒന്ന് PM ശ്രീയുടെ MOU നിലവിലുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. രണ്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. MOU നിലവിലുണ്ടെന്ന് ഫ്രീസ് ചെയ്തുവെന്നും ഞാൻ പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല നിലവിലെന്ന് പറഞ്ഞു. രണ്ടും രാവും പകലും പോലെ വ്യത്യസ്തമാണ്. മിനിമം ആ വിഷയത്തിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കാനല്ല അതിന്റെ ഉത്തരം. കേട്ടോ, ആളുകളെ പരിഹസിച്ചാൽ രാഷ്ട്രീയമാവില്ല. രാഷ്ട്രീയവും വസ്തുതാപരമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് വേണ്ടത്. അല്ലല്ല, ഒരു പരിഹാസമില്ല. ഞാൻ വളരെ കൃത്യമായി ഈ ചർച്ചയിൽ പറഞ്ഞു. പദ്ധതിയുടെ പണം PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങേക്ക് അറിയില്ല എന്ന് ഞാൻ പറയില്ല. എന്റെ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരു അതിഥിക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്നൊന്നും ഞാൻ പറയില്ല, പരിഹസിക്കില്ല ഞാൻ. പക്ഷെ അങ്ങ് പറഞ്ഞ അങ്ങേക്ക് അറിയില്ല. ഞങ്ങൾ ആ വിഷയത്തെ എതിർത്താൽ വർഗീയ അജണ്ട കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഉപസമിതിയെ നിയോഗിച്ചു. താങ്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് ഇത്തിരി മനസ്സിലാക്കലുമുള്ള അറിവ് കുറവാ. PM ശ്രീ കേരളത്തിൽ നിലവിലുണ്ടോ? PM ശ്രീ നിലവിലുണ്ട്. നിലവിൽ മുൻ ഗവൺമെന്റ് റദ്ദ് ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു MOU സൈൻ ചെയ്തിട്ടില്ല. MOU ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എന്റെ അറിവില്ലായ്മയാണ് സാർ, എന്റെ അറിവില്ലായ്മയാണ്. ഞാൻ വായിക്കാം. ഇത് 12/11/2025 ഡോക്ടർ കെ വാസുകി IAS, സഞ്ജയ് കുമാർ IAS അയച്ച കത്ത് പ്രകാരം ഇവിടെ concerns ഉണ്ട്. In view of the concerns raised regarding the implementation of memorandum of understanding referred to above, the Council of Ministers of the state decided to constitute a committee from among its members to examine such concerns raised and to submit its report for further consideration. For facilitating the same, the Council of Ministers decided to keep the implementation of MOU in abeyance എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സർക്കാർ രേഖയിലാണ് സാർ. ഇവിടെ PM ശ്രീ നടപ്പിലായിട്ടില്ല. ഇവിടെ PM ശ്രീയുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നിലവിലില്ല. ഇതിനപ്പുറത്തേക്ക് അങ്ങ് എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വസ്തുതാ വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ എൻ്റെ കയ്യിൽ വകുപ്പില്ല സർ.
ഡിബേറ്റ് വിത്ത് മാധു സജി